ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് ജോബ് മേഖലയിൽ വരാൻ പോകുന്ന മികച്ച അവസരങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ. എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇങ്ങനെ ഒരു പങ്ക്തി ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യൻ റെയിൽവേയിൽ 3993 ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരളത്തിൽ 101 ഒഴിവുകളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 9124 ജൂനിയർ അസോസിയേറ്റ് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്രന്റീസ് ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽ കോച്ച് ഫാക്ടറിയിൽ 734 അപ്രന്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ IOCL ഇന്ത്യൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡിൽ 470 ഒഴിവുണ്ട്. NTPC ഗ്രീൻ എനർജിയിൽ 147 അവസരങ്ങളാണ് അപ്രന്റീസ് കാറ്റഗറിയിൽ ഉള്ളത്. ഇനി അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ 627 അപ്രന്റീസ് ഉണ്ട്. CAPFൽ 282 ഓഫീസർ ഉണ്ട്. എയിംസിൽ 269 ഫാക്കൽറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി എല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാനായിട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇന്ത്യൻ റെയിൽവേയിലേക്ക് തന്നെ പോകാം. 3993 ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അതായത് പോളിടെക്നിക്കോ അല്ലെങ്കിൽ ബിടെക്കൊക്കെയാണ് ഇതിന്റെ യോഗ്യതയായിട്ട് വരുന്നത്. വിവിധ കാറ്റഗറികളിലേക്കുള്ള വിജ്ഞാപനമാണുള്ളത്. തിരുവനന്തപുരം RRBയിൽ 101 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 14/8/2026 ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് 13/9/2026 വരെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് RRBയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവസാന ദിവസം പേയ്മെന്റിനുള്ള അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് 15/9/2026 ആണ്. 16/9/2026 തൊട്ട് 25/9/2026 വരെ നമുക്കൊരു കറക്ഷൻ വിൻഡോ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരുത്താനായിട്ട് പറ്റും. അതോടൊപ്പം നമുക്ക് ഈ പരീക്ഷയുടെ 1ാം ഘട്ട പരീക്ഷ ആയിരിക്കും ഉണ്ടാകുക. ആദ്യം ഒരു പ്രിലിമിനറി ആയിരിക്കും, പിന്നീട് അതിനുശേഷം ഒരു മെയിൻസ് എക്സാം ആയിരിക്കും ഇതിനുണ്ടാകുക. അപ്പോൾ ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിന് 30 മാർക്കും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 മാർക്കും, ജനറൽ അവയർനെസ്സിന് 15 മാർക്കും, ജനറൽ സയൻസിന് 30 മാർക്കും, മൊത്തത്തിൽ 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും നമുക്ക് ഈ ഒരു ഇതിലുണ്ടാകുക. 90 മിനിറ്റ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. അതിനുശേഷം പിന്നെ 2ാം ഘട്ട പരീക്ഷയായിരിക്കും. 2ാം ഘട്ട പരീക്ഷ 150 മാർക്കിനായിരിക്കും ഉണ്ടാകുക. അതിൽ ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ടായിരിക്കും, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഉണ്ടായിരിക്കും, ടെക്നിക്കൽ എബിലിറ്റീസ് എന്നിവയിൽ ബേസ് ചെയ്തിട്ടുള്ള 2ാം ഘട്ട പരീക്ഷയും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയായിരിക്കും. നമുക്ക് അറിയാവുന്ന പോലെ RRBയുടെ പരീക്ഷകളിൽ റീഫണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതി കഴിയുകയാണെങ്കിൽ 500 രൂപ അടച്ചവർക്ക് 400 രൂപ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വനിതകൾക്കും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും 250 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 9124 ജൂനിയർ അസോസിയേറ്റ് പൊസിഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒഴിവുകളുള്ള സർക്കിൾ എന്നൊക്കെ പറയുന്നത് ചെന്നൈ, ഗാന്ധിനഗർ, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ഹൈദരാബാദ്, ജയ്പൂർ, കൊൽക്കത്ത, ലക്നൗ, മഹാരാഷ്ട്ര, മുംബൈ മെട്രോ, ഗുവാഹത്തി എന്നിവിടങ്ങളിലൊക്കെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമായിരിക്കും. അതോടൊപ്പം തന്നെ ബിരുദം ചെയ്യുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31/8/2026 അല്ലെങ്കിൽ ഈ ഒരു മാസം അവസാനമാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. SBയുടെ പരീക്ഷകൾക്കുള്ള പോലെ പ്രിലിമിനറിയും അതോടൊപ്പം തന്നെ മെയിൻസ് പരീക്ഷയുമായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 750 രൂപയാണ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും അതോടൊപ്പം തന്നെ വിമുക്ത ഭടന്മാർക്കും ഈ ഒരു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. വിശദ വിവരങ്ങൾക്കായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. ഇനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ 470 എഞ്ചിനീയർ ഓഫീസർ തസ്തികകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് ബിരുദമുള്ളവർക്കും ഉണ്ട്, ഡിപ്ലോമ ഉള്ളവർക്കും ബിരുദാനന്തര ബിരുദമുള്ളവർക്കൊക്കെ ഉണ്ട്. കേരളത്തിൽ 4 പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക.
തസ്തികൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഗ്രേഡ് എ, ഓഫീസർ മാർക്കറ്റിംഗ് ഗ്രേഡ് എ, ഓഫീസർ ലോ ഗ്രേഡ് എ, അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ ഗ്രേഡ് എഒ, ഡിപ്ലോമ എഞ്ചിനീയർ ഗ്രേഡ് ഇഒ എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്, പല ബ്രാഞ്ച് ഉണ്ട്. സിവിൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ഉണ്ട്, ലോ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ പല മേഖലയിലേക്കുള്ള ഒരു വിജ്ഞാപനമാണ്, പല ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പറഞ്ഞായിരുന്നു യോഗ്യത ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞത്. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ, ഡിപ്ലോമ എഞ്ചിനീയർ തസ്തികകളിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech തത്തുല്യം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ത്രിവത്സര ഡിപ്ലോമയാണ് വേണ്ടത്. ഇനി ഓഫീസർ മാർക്കറ്റിംഗ് തസ്തികയിലേക്കാണെങ്കിൽ കുറഞ്ഞത് 60% മാർക്കോട് കൂടിയുള്ള MBA അല്ലെങ്കിൽ MPAക്ക് തുല്യമായിട്ടുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷനുള്ള PG ഡിപ്ലോമയാണ്. ഇനി ഓഫീസർ ലോ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദവും LLBയും അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLBയുമാണ് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. ഇനി അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആണെങ്കിൽ അവിടെ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മാസ്റ്റർ ബിരുദമാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ പരീക്ഷയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ എയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി സെക്ഷൻ ബിയിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് അല്ലെങ്കിൽ ഏത് ഡിഗ്രി ആണ് നമുക്കുള്ളതിന്റെ ഡൊമൈൻ നോളേജ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. IOCLന്റെ ലേറ്റസ്റ്റ് ജോബ് എന്ന് പറയുന്ന സെക്ഷനിൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അപ്രന്റീസ്ഷിപ്പിനെ നോക്കുകയാണെങ്കിൽ റെയിൽ കോച്ച് ഫാക്ടറിയിൽ 734 അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകൾ വന്നിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് ITI ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 5/9/2026 ആണ്. ഫിറ്റർ, വെൽഡർ, മെഷീനിസ്റ്റ്, പെയിന്റർ, കാർപ്പന്റർ, ഇലക്ട്രീഷ്യൻ, AC ആൻഡ് റെഫ്രിജറേറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രോണിക് മെക്കാനിക് എന്നുള്ള ഈ ഒരു ട്രേഡുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രായം എന്ന് പറയുന്നത് 15 മുതൽ 24 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 സമ്പ്രദായത്തിലുള്ള 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് 50% മാർക്കോട് നേടിയ വിജയം. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ട്രേഡിൽ NCVTയുടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ് നമുക്ക് യോഗ്യതയായിട്ട് വേണ്ടത്. ഇനി നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിൽ 50 അപ്രന്റീസ് ഉണ്ട്. ശ്രീവിജയപുരം ആസ്ഥാനമായുള്ള നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരമായിട്ടുണ്ട്. 50 ഒഴിവുകളിലേക്കാണ് ITI യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. വിവിധ ട്രേഡുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ അപേക്ഷ വെക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അടുത്ത ഒക്ടോബർ മാസം 10-ാം തീയതി വരെയാണ്. ഇനി DRDO HEMRലേക്ക് നോക്കുകയാണെങ്കിൽ 50 അപ്രന്റീസുകളാണ് അവർ വിളിക്കുന്നത്. 15,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള അപ്രന്റീസ്ഷിപ്പുകളാണ് അവർ ആവശ്യപ്പെടുന്നത്. യോഗ്യത എന്ന് പറയുന്നത് BTechകാർക്കുണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർക്കുണ്ട്, BA, BCom, BLIS, BBA എന്നൊക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അപേക്ഷ വെക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. DRDOയുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 139 അപ്രന്റീസുകളെ വിളിക്കുന്നുണ്ട്. ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പിൽ 139 ഒഴിവാണുള്ളത്. 1 വർഷത്തെ പരിശീലനം ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 1 വരെ ഓൺലൈനായിട്ട് ഈ ഒരു ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒഴിവുള്ള വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, സിവിൽ, കമ്പ്യൂട്ടർ, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്നീ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമയാണ് വേണ്ടത്. അപേക്ഷിക്കേണ്ട വിധം എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു വെബ്സൈറ്റിൽ ഇത് അപേക്ഷിക്കേണ്ട ആ ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഇനി യൂണിഫോം പോസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അസം റൈഫിൾസിൽ 4850 ഒഴിവുകളിലേക്കുള്ള അവസരം വരാനായിട്ട് പോവുകയാണ്. ഹവിൽദാർ, റൈഫിൾമാൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് അവസരം വരുന്നത്. ഈ ഒരു വർഷം തന്നെ വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കേരള PSCയിലേക്ക് വരികയാണെങ്കിൽ കമ്പനി ബോർഡ് LGSലേക്ക് 117 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ വിവിധ ബോർഡുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമാണ് ഈ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. KSFEയും ബെവ്കോയും ഹൗസിംഗ് ബോർഡൊക്കെ അടക്കമുള്ള വിവിധ ബോർഡുകളിലേക്കായിട്ട് മൊത്തം 117 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി VFAയിലേക്ക് വരികയാണെങ്കിൽ 9 ജില്ലകളിൽ പരീക്ഷ എഴുതാൻ 3.15 ലക്ഷം പേരാണ് ഉള്ളത്. അതിൽ 79,919 അപേക്ഷകൾ അസാധു ആകുകയാണ് ചെയ്തത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 14 തസ്തികകളിലേക്ക് PSCയുടെ വിജ്ഞാപനം ഈ ഒരു മാസം 31-ാം തീയതി വരുന്നുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ആർട്ടിസ്റ്റ്, ഗ്രൗണ്ട് വാട്ടർ വകുപ്പിൽ ലബോറട്ടറി അറ്റൻഡർ ഉൾപ്പെടെ 14 തസ്തികകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈയിടത്ത് നടന്ന
ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിലെ 8 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യണം ഉണ്ടായത്. 92 മാർക്കിലുള്ള മൂല്യനിർണ്ണയമായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ജൂലൈ 18 നടന്ന 10th ലെവൽ പ്രിലിംസിൽ ഒരു ചോദ്യം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒഴിവാക്കിയ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണെന്നായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം തിരുത്തിയായിരുന്നു. ആ ഒരു പരീക്ഷാ പേപ്പറിലെ കോഡ് പ്രകാരമുള്ള 17ാമത്തെ ചോദ്യം തിരുത്തിയായിരുന്നു. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായ ഭവിച്ച തടാകം ഏതാണെന്ന് ചോദ്യമുണ്ടായിരുന്നു. പ്രാഥമിക ഉത്തര സൂചികയിൽ സി ഓപ്ഷൻ 4 ആയിരുന്നു ശരി ഉത്തരം. അന്തിമ ഉത്തര സൂചികയിൽ ഇത് ഓപ്ഷനെ വൂളാറായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷ അപേക്ഷിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഒരു നല്ലൊരു വാർത്ത വരാൻ പോവുകയാണ്. KGT ഈ ഫലം ഈ ഒരു ആഴ്ച തന്നെ വരാനായിട്ട് പോവുകയാണ്. ഓഗസ്റ്റ് 22-നകം റിസൾട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ്, നിയമസഭ, കേരള PSC മുതലായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് ഒരു നല്ലൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യോഗ്യത കൂടി കരസ്ഥമാക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.